ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ഇന്നലെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബച്ചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്. പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13നും 15നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഈ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു.
പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM-ൽ എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമി ഫൈനലിൽ ലോക 1-ാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39ാമത് ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.